മക്കൾ പിതാവിനെ സമാധിയാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങി. ഇന്നലെ മൃതദേഹം പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി. ഇന്നിപ്പോൾ വിപുലമായ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയാണ് കുടുംബം ആലോചിക്കുന്നത്. നെയ്യാറ്റിൻകര ഗോപന് പുതിയ കല്ലറ ഒരുക്കിയിരിക്കുകയാണ് കുടുംബം. പോലീസ് പൊളിച്ച കല്ലറയ്ക്ക് സമീപമാണ് പുതിയ കല്ലറ സ്ഥാപിച്ചത്. വൈകിട്ട് 3 മണിക്കാണ് ഗോപന്റെ സംസ്കാരം. മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, അങ്ങനെ ഒരു സംഭവബഹുലമായ ഇന്നലത്തെ ദിവസത്തിന് ശേഷം ഇന്നിപ്പോൾ കുടുംബം മറ്റൊരു സംസ്കാര ചടങ്ങുകളിലേക്ക് കൂടെ കടക്കുകയാണ്. അതും പഴയതുപോലെ തന്നെ സമാധിയാക്കി ഇരുത്താനുള്ള ശ്രമങ്ങളാണോ ഉണ്ടാവുക? പുതിയൊരു കല്ലറ ഉണ്ടാക്കിയിരിക്കുന്നതായൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് സംസ്കാരവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ജെൽസി, വിവാദങ്ങൾക്കൊക്കെ ഒരു ഒടുക്കമായി എന്ന് തീർത്തു പറയാൻ കഴിയില്ല എന്നാണ് പോലീസ് അടക്കം പറയുന്നത്. കൂടുതൽ പരിശോധനാ ഫലങ്ങൾ വന്നാൽ മാത്രമാണ് നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിന് പിന്നിൽ എന്ത് എന്നതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ രണ്ടാം പുനഃസംസ്കരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് കുടുംബം. നിലവിൽ നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗോപന്റെ മൃതദേഹം ഘോഷയാത്രയായി വീട്ടിലേക്ക് എത്തിച്ചതിനു ശേഷം വീട്ടിൽ വലിയ പരിപാടികളോടെ ചടങ്ങുകളോടെ കൂടി മതാചാര ചടങ്ങുകളോടുകൂടി സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് പുതിയ കല്ലറ ഒരുക്കിയിട്ടുള്ളത്. മുൻപ് ഗോപനെ സമാധിയിരുത്തിയിരുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറേ മറ്റൊരു പുതിയ വിശാലമായ കൂടുതൽ വലിപ്പമുള്ള ഒരു കല്ലറയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന കല്ലറയെ പോലീസ് പൊളിക്കുകയും അതിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. അന്ന് തയ്യാറാക്കിയിരുന്ന കല്ലറയിൽ ഈ ഗോപൻ സ്വാമിയുടെ മക്കൾ പറയുന്നത് പോലെ ഋഷിപീഠം എന്നെഴുതിയ മാർബിൾ ഫലകം അടക്കം പുതിയ കല്ലറയിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വലിയ കല്ലറയിൽ വലിയ ചടങ്ങുകളോടുകൂടി മഹാസമാധി എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ പുനഃസംസ്കരണം ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കുടുംബം ആലോചിക്കുന്നത്. അതിൻ്റെയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ വീടിന്റെ അങ്കണത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ചടങ്ങുകളും മറ്റ് വിപുലമായ പരിപാടികളും കൂടി സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ്. ഏതാണ്ട് വൈകുന്നേരം 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുടുംബം. കൂടുതൽ വിവിധ മഠങ്ങളിൽ നിന്നുള്ള മതാചാര്യന്മാരെ അടക്കം ഈ സംസ്കാര പരിപാടിയിൽ പങ്കെടുപ്പിക്കണം എന്ന തീരുമാനവും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിന് ഏതൊക്കെ സംഘടനകൾ, വിവിധ മത സാമൂഹിക സംഘടനകളടക്കം പിന്തുണ പ്രഖ്യാപിക്കുമെന്ന സൂചനയും ഇന്നലെ ഉണ്ടായിരുന്നു. ഏതായാലും സമാധിയുടെ ചടങ്ങുകളും മറ്റും ആരംഭിക്കുന്നത് കൂടിയാണ്. എന്താണ് സമാധിയുമായി മഹാസമാധി എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന ഈ പുതിയ ചടങ്ങ് ഏത് രീതിയിൽ പുരോഗമിക്കും എന്നതടക്കം അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബാംഗങ്ങളുടെ, പ്രത്യേകിച്ച് ഗോപന്റെ 2 മക്കളുടെ മൊഴി കൂടുതലായി എടുക്കും. കൂടാതെ ഭാര്യയുടെയും മരുമകളുടെയും മൊഴി എടുക്കും. കൂടാതെ അയൽവാസികളടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ പിന്നിലുള്ള ദുരൂഹത മറനീക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടിയിലൂടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ പ്രാഥമികമായ ദുരൂഹത മാറും എന്ന് പോലീസ് കരുതിയിരുന്നെങ്കിലും ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് കൂടുതൽ വിശദമായ ഒരു അന്വേഷണം നടത്തുക എന്ന നീക്കത്തിലേക്ക് പോലീസ് പോകുന്നത്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന അടക്കം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ ഫലം വരുമ്പോഴാണ് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹത ഈ മരണത്തിന് പിന്നിൽ ഉണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ. കൂടാതെ എവിടെ വെച്ചാണ് മരണം നടന്നത്, എങ്ങനെയായിരുന്നു സംസ്കാരം, ഏത് സമയമാണ് മരണത്തിന് കാരണമായത് എന്നതടക്കമുള്ള നിർണായകമായ ചില ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾ കണ്ടെത്താനാണ് വിശദമായ മൊഴിയെടുപ്പ് എന്ന നീക്കത്തിലേക്ക് പോലീസ് പോകുന്നത്. ഏതായാലും അത്തരം നീക്കങ്ങളെല്ലാം ഇന്നത്തെ മഹാസമാധി അല്ലെങ്കിൽ രണ്ടാം സംസ്കാര ചടങ്ങിന് ശേഷമാണ് ഉണ്ടാവുകയുള്ളൂ. സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് ആരംഭിച്ചിരിക്കുന്നു. രണ്ടാം കല്ലറ, പുതിയൊരു കല്ലറ കൂടി തീർത്ത് കുടുംബം മഹാസമാധിക്കായിട്ടുള്ള ഒരുക്കത്തിലാണ്. ജിൽസി, ശരി, ആഷിഖ് പറഞ്ഞതുപോലെ തന്നെ വിവാദങ്ങൾ അവസാനിച്ചെന്ന് പറയാറായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിലും അതിൽ മറ്റു കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമേ കൃത്യമായി മരണം എപ്പോഴുണ്ടായി, എങ്ങനെയുണ്ടായി തുടങ്ങിയ കാരണങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും അതിനു മുൻപായി തന്നെ ഇപ്പോൾ മഹാസമാധി എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന ഈ രണ്ടാം സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ നെയ്യാറ്റിൻകരയിൽ പൂർത്തിയായിരിക്കുന്നു. വിവിധ മഠങ്ങളിലെ സ്വാമിമാരെയൊക്കെ കൊണ്ടുവന്നുള്ള ഒരു സമാധിക്കാണ് കുടുംബം, ഒപ്പം തന്നെ അവിടെയുള്ള ഹിന്ദു ഐക്യവേദി തയ്യാറെടുക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. വൈകിട്ടാണ് ഇപ്പോൾ രണ്ടാം സമാധി എന്ന് പറയുന്ന ഇതിനെ വൈകിട്ടാണ് ഈ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആ സമയത്താണ് എന്തൊക്കെ ചടങ്ങുകളാണ് അവിടെ നടക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകും. പക്ഷേ പോലീസ് അന്വേഷണം ഒരു വഴിക്ക് തന്നെ നീങ്ങുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.